الله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അതിവേഗതയിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നന്മകളിൽ മുന്നേറണമെങ്കിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. ഇബാദത്തുകളുടെ വിഷയത്തിൽ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിഷയത്തിൽ, നന്മകളിൽ മുന്നേറുന്ന വിഷയത്തിൽ, ഇതിലെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എത്രത്തോളം മുൻപന്തിയിലുണ്ടായിരുന്നുവെന്ന ഒരു വിചിന്തനം നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസങ്ങളിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശരിയായ രൂപത്തിലുള്ളൊരു പ്ലാനിങ് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതല്ലാതെ കേവലം അന്നപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു നോമ്പാണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്നത് എങ്കിൽ ആ നോമ്പ് കൊണ്ട് നോമ്പിൻ്റേതായ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ പൂർത്തീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നന്മകളിൽ മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം കുടുസാകാതിരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൗതികമായ വിഷയത്തിലും പാരത്രികമായ കാര്യങ്ങളിലുമൊക്കെ വിശാലമായ ഹൃദയം ഉണ്ടാകുക എന്നത് കാര്യങ്ങൾ എളുപ്പമാകാനും നല്ല രൂപത്തിൽ കർമ്മങ്ങളിൽ ഏർപ്പെടുവാനും എനിക്കും നിങ്ങൾക്കും സഹായകമാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ആരാധനകളുടെ വിഷയത്തിൽ വിശാലമായ ഹൃദയത്തോടുകൂടി, കുടുസതയില്ലാതെ, സങ്കുചിതമല്ലാത്ത മനസ്സോടുകൂടി ഇബാദത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആരാധനാ കർമ്മങ്ങൾ നമുക്ക് എളുപ്പമാകുന്നതും ആരാധനകൾ ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നതും. ഹൃദയത്തിൻ്റെ വിശാലത എത്ര അനിവാര്യമാണ് എന്ന് നമ്മെ അറിയിക്കുന്ന ചില ആയത്തുകളുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെ നുബുവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് ശേഷം വലിയൊരു ഉത്തരവാദിത്വവുമായി പറഞ്ഞയക്കുന്നുണ്ട്. അന്ന് നാട്ടിലെ ധിക്കാരിയായ ഭരണാധികാരി ഫിർഔൻ, ആ ഫിർഔനിന്റെ ചാരത്ത് ചെന്ന് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെ പറഞ്ഞയക്കുന്ന ഒരു രംഗം, അതിനു വേണ്ടിയിട്ടുള്ള കൽപ്പന അദ്ദേഹത്തോട് പറയുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ എന്നാണ്. നമുക്കൊക്കെ സുപരിചിതമായ വചനം
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല അദ്ദേഹം പറഞ്ഞു, റബ്ബിശ്റഹ് ലീ സ്വദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ, വയസ്സിർ ലീ അംരി, കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കി തരണേ. എന്തിനിവിടെ ഹൃദയ വിശാലത ചോദിച്ചു? വിശദീകരിക്കവേ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, ഇശ്റഹ് ലീ സ്വദ്രി എന്ന് പറഞ്ഞാൽ വസ്സിഅഹു, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ. എന്തിനു വേണ്ടി? വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഫിർഔനിൽ നിന്ന് നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാവിധ പ്രയാസങ്ങളും സഹിക്കാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാതെ ഉത്തരവാദിത്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ ഹൃദയം വിശാലമാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത് എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫഇന്ന സദ്റ ഇദാ ളാഖ്, ഒരു മനുഷ്യന്റെ ഹൃദയം കുടുങ്ങിയാൽ, അത് കുടുസായാൽ, അത് സങ്കുചിതമായാൽ, ലം യസ്ലുഹ് സാഹിബഹു ലിഹിദായത്തിൽ ഖൽഖി വദഅവതി, അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സങ്കുചിതമായ ഹൃദയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രബോധന രംഗത്ത് നിലനിൽക്കുക അസാധ്യമാണ്. പ്രബോധന രംഗത്ത് അവൻ മുന്നോട്ട് പോകുക എന്നത് പ്രയാസമാണ്. സ്വാഭാവികമായും ഹൃദയ വിശാലത അവൻക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അത് പ്രാർത്ഥിച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥത്വം പേറിയതിനു ശേഷം പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്തത് തുടങ്ങി ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശറഹിന്റെ 1-ാമത്തെ വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നശ്റഹ് ലക സദ്റക്, പ്രവാചക, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? അപ്പോ ഈ 2 ആയത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ് വിശ്വാസികളെ? ഹൃദയ വിശാലത എന്നത് ആരാധനാ രംഗത്തും ഇബാദത്തുകൾ ചെയ്യുന്ന രംഗത്തും നന്മകളിൽ മുന്നേറുന്ന രംഗത്തും പ്രബോധന രംഗത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയ വിശാലമാകാൻ നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളും അറിഞ്ഞിരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന കൃതിയിൽ അത്തരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാൻ സഹായിക്കുന്ന 10ഓളം കാര്യങ്ങൾ എണ്ണി പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം വിശാലമാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന 10 സിഫത്തുകൾ എന്ന നിലക്കാണ് അദ്ദേഹം ആ കാര്യങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നേടിയെടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ 1-ാമത്തെ എന്താണെന്നറിയോ? അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയം വിശാലമാകണോ, വിശ്വാസരംഗം ശരിയാകണമെന്നുള്ളതാണ്. തൗഹീദിൽ ഒരു വെള്ളം ചേർക്കൽ പോലും എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന, ഇബാദത്തുകൾ അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം സമർപ്പിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കേണ്ട മുറ പ്രകാരം വിശ്വസിക്കുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കും. കാരണം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യ ജിന്നു വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതിൻ്റെ പൂർത്തീകരണമാണ് എങ്കിൽ അത് നേടിയെടുത്താലേ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഹൃദയം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഅഅ്ലമു അസ്ബാബി ശർഹി സദ്ർ അത്തൗഹീദ്, ഒരു മനുഷ്യന്റെ ഹൃദയം വിശാലമാകാൻ അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും മഹത്തായ കാര്യമെന്ന് പറയുന്നത് തൗഹീദാൻ. വഅലാ ഹസബി കമാലിഹി വഖുവ്വതിഹി വസിയാദതിഹി യകൂനു ഇൻശിറാഹു സുദ്രി സാഹിബിഹി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തൗഹീദ് എത്ര പരിപൂർണതയിലെത്തുന്നുവോ, ഒരു മനുഷ്യന്റെ മനസ്സിൽ തൗഹീദ് എത്ര ശക്തമാകുന്നുവോ, അതെത്ര വർദ്ധിക്കുന്നുവോ, അതിനനുസരിച്ച് അവന്റെ ഹൃദയം വിശാലമാകുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചു വെക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസരംഗത്തും ഒരു പിഴവുമില്ല എന്ന് ഞാൻ നിങ്ങളും ഉറപ്പുവരുത്തുക എന്നതും ഏറെ പ്രധാനമാണ്.
രണ്ടാമത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് ആളുകളുടെ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹു പറയാം, ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുത്താൽ, ഇസ്ലാമിനെ ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ അവന്റെ ഹൃദയത്തെ, ഒരാളുടെ ഹൃദയത്തെ അല്ലാഹു പരുവപ്പെടുത്തിയാൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള പ്രകാശത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ പ്രകാശം? ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് നൂറുൽ ഈമാനാണ് എന്നാണ്. ഈമാനിന്റെ പ്രകാശമാണ് എന്നാണ്. ഹൃദയം വിശാലമാകുമ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈമാനിന്റെ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ ആരാധനകൾ നമുക്ക് എളുപ്പമാകും. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ചില സമയത്ത് നമ്മളൊക്കെ സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട്, എന്താണെന്നറിയില്ല, ഇബാദത്ത് ചെയ്യാനൊക്കെ ഒരു മടിയാണ്, ഇബാദത്തിലൊരു മടിയാണെന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. എപ്പോഴാണ് ആ പരാതി പറയുക? നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ തോത് കുറയുമ്പോഴാണ് നമ്മളിൽ നിന്ന് അത്തരം പരാതികൾ കടന്നു വരുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഈമാനിനെ നേടിയെടുക്കാൻ സഹായിക്കുന്ന, ഈമാനിൽ വർധനവുണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, എന്താ അറിയോ, ഈമാൻ എന്നത് അത് അള്ളാഹു നൽകുന്ന ഒരു ഔദാര്യമാണ്. ഈമാൻ ലഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഔദാര്യമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈകുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സ്വഹാബ, നിങ്ങൾക്കിടയിൽ പ്രവാചകനുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ആ പ്രവാചകൻ നിങ്ങളുടെ താല്പര്യങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടിയിരുന്നു. അല്ലാഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? അല്ലാഹു പറയാ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാൻ, ഈമാനിനെ അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി തന്നു. വിശ്വാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുത്തി തന്നതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കൽപ്പന പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കണം എന്താ? ഈമാൻ ഇഷ്ടപ്പെടുത്തി തരേണ്ടത് അള്ളാഹുവാണ് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഈമാനിനെ പുതുക്കി ലഭിക്കാൻ, ഈമാനിൽ വർധനവുണ്ടാകാൻ സദാ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്. വസ്ത്രം ഇങ്ങനെ കാലപ്പഴക്കം കടന്നു വരുമ്പോൾ അതിങ്ങനെ നുരുമ്പി പോവുമല്ലോ, അതാണ് റസൂൽ പറയാ, ആ വസ്ത്രത്തിന് നുരുമ്പൽ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനും നുരുമ്പിക്കൊണ്ടിരിക്കും. അതിനുള്ള പരിഹാരം എന്താ? ഫസ്അലുല്ലാഹ തആല അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ പുതുക്കിത്തരാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അപ്പൊ ഈമാൻ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടു തരിക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം വിശാലമാകാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ, തൗഹീദും ഈമാനും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മുടെ മനസ്സ് സദാ സങ്കുചിതമായിരിക്കുമെന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാചകമുണ്ട്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ. സൂറത്തുൽ അൻആമിന്റെ 125ാമത്തെ വചനമാണ്. അല്ലാഹു പറയാൻ, ആരെയെങ്കിലും ഹിദായത്തിലാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ഇനി ആരെങ്കിലും വഴികേടിലാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു ഇടുങ്ങിയതാക്കുമെന്ന്,
മുകളിലേക്ക് കയറിപ്പോകും തോറും നമുക്കൊരു കുടുസത അനുഭവപ്പെടുന്നുവെങ്കിൽ അതേ രൂപത്തിൽ ഹൃദയത്തെ ഇടുങ്ങിയതാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, ഈമാനും തൗഹീദും ഉണ്ടായാലേ നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കൂ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. മൂന്നാമതും വിശാലമായ ഹൃദയം നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്രഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് ഞാനും നിങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ്. ശറഈയായ മതപരമായ അറിവിൽ ഞാനും നിങ്ങളും മുന്നിട്ട് നിൽക്കണം. ഇൽമു പഠിക്കാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മതപരമായ വിജ്ഞാനം വർദ്ധിക്കും തോറും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും തോറും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും തത്ഫലമായി അവൻ്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം, വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. അറിവ് നേടിയെടുക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവന്റെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്നാണ്. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻശുസു ഫൻശുസു യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് അവരോടൊരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചതിന് ശേഷം പറയാൻ, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വാസമുള്ള ആളുകളെയും വിശ്വസിച്ച ആളുകളെയും അതുപോലെ അറിവ് നേടിയെടുത്ത ആളുകളെയും അവരുടെ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമെന്ന് റബ്ബ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടിയെടുക്കാനുള്ള വഴികളിൽ ഞാനും നിങ്ങളും പ്രവേശിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ പഠിക്കണേ അല്ലേ, ഇനി എന്തിനാ നമ്മൾ പഠിക്കണേ, കുറേ പഠിച്ചല്ലേ, കുറേ പ്രായമായില്ലേ, കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇനി നമുക്ക് പഠിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്തെന്നറിയോ, ദീന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുള്ള കാലത്തോളം അള്ളാഹു നമ്മിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ മതത്തിൽ ഗ്രാഹ്യതയുള്ളവനാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ അറിവിന്റെ പാതയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അവൻ സ്വർഗത്തിലേക്കുള്ള പാതയാണ് അവനക്ക് എളുപ്പമായി കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഭൗതികമായ ലക്ഷ്യത്തിനല്ല, മറ്റു ഇഖ്ലാസ് ഇല്ലാത്തൊരു പ്രവർത്തനത്തിലല്ല, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അത് മുഖേന സ്വർഗത്തിലേക്കുള്ള പാത അവൻക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്ര പ്രായം ചെന്നാലും ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള പാതയാണ് നമുക്ക് എളുപ്പമായി കൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ വർധനവ് ചോദിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം അറിവാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ വഹ്യാണ്. അള്ളാഹു വഹ്യ് നൽകി, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഭൗതികമായ സൗകര്യങ്ങൾ വർധനവ് റസൂലെ താങ്കൾ ചോദിക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ 114-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഖുർ റബ്ബി സിദ്നി ഇൽമാ. റസൂലെ താങ്കൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ചു തരണേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ദിവസവും രാവിലെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ എനിക്ക് ഉപകാരമുള്ള അറിവിനെ നൽകണേ, എനിക്ക് നല്ല ഉപജീവനത്തെ നൽകണേ, സ്വീകാര്യമായ കർമ്മത്തെ പ്രദാനം ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അപ്പോൾ വിജ്ഞാന സമ്പാദനത്തിന് എത്രയധികം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകളും ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ വിജ്ഞാന രംഗത്ത് സജീവമായി നമ്മൾ ഇടപെടുന്ന കാലത്തോളം നമ്മുടെ ഹൃദയത്തിന് ഒരു വിശാലത ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. ഹൃദയത്തിന് വിശാലത ലഭിക്കാനുള്ള 4-ാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ മടങ്ങുക എന്നതും ആരാധനകൾ ആസ്വദിച്ച് നിർവഹിക്കാൻ അവനക്ക് കഴിയുക എന്നതും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം വിശാലമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഇനാബത്തു ഇലല്ലാഹ് വ മഹബ്ബതുഹു ബികുല്ലിൽ ഖൽബി വൽ ഇഖ്ബാലു അലൈഹി വത്തനഉമു ബിഇബാദതിഹി ഫലാ ശൈഅ അശ്റഹു ലിസദ്രിൽ അബ്ദി മിൻ ദാലിക്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുറ്റങ്ങളും കുറവുകളും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുകയും ഇബാദത്തിലേക്ക് ഒരു മനുഷ്യൻ മുന്നിട്ട് വരികയും ഇബാദത്തുകൾ ആസ്വദിക്കുന്ന സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുന്ന ഒന്നുമില്ല എന്നും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം വിശാലമാകണമെങ്കിൽ തെറ്റുകളും കുറവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോട് ഭൗതികമായ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു തെറ്റ് നമ്മോട് ഇങ്ങോട്ട് ചെയ്താൽ അവൻ അത് ഏറ്റുപറയുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ എന്താ ചെയ്യുക, കനപ്പിച്ചിട്ടായിരിക്കും മറുപടി പറയുക അല്ലേ. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മോടൊരാൾ ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് പിന്നീട് വന്ന് നമ്മളോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നിന്ന് അള്ളാഹുവോട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു അത് ധാരാളമായി സന്തോഷിക്കുമെന്നാണ്. ആ സന്തോഷത്തിന്റെ വലുപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത് അവനക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോകും. നിങ്ങളൊന്ന് സങ്കല്പിക്കും. ആ യാത്ര പോയി ഇങ്ങനെ കുറച്ചു പോയപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് അയാളൊന്ന് ഇറങ്ങിയ സമയത്ത് ഒട്ടകം ഓടിപ്പോയി. ഇയാൾക്ക് ആ യാത്ര പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ വിഭവവും ആ ഒട്ടകപ്പുറത്താണ്. അയാൾ ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സമയത്ത് ആ മനുഷ്യൻ ഒട്ടകത്തെ കുറേ തെരഞ്ഞു. ഒട്ടകം എവിടേക്കാണ് ഓടിപ്പോയതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അവസാനം നിരാശനായി സമീപത്തുള്ള ഒരു മരം കണ്ടെത്തിയപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു അല്പനേരം വിശ്രമിക്കാമെന്ന നിലക്ക് നിരാശനായി പോയി കിടക്കുന്ന ആ മനുഷ്യൻ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്ത് താൻ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച തൻ്റെ ഒട്ടകം തനിക്ക് യാത്രക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ചുമടിലേറ്റി തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നൊരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കി. റസൂലുള്ളാഹി പറയാ, ആ സമയത്ത് ആ മനുഷ്യന് എത്ര സന്തോഷം ഉണ്ടാവും? ആ സന്തോഷത്തേക്കാൾ ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു എന്നാണ്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. മാത്രമല്ല അതിൻ്റെ അനന്തരഫലമെന്നോണം നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. അതുപോലെ ആരാധനകൾ ആസ്വദിച്ച് ആരാധനകൾ മനസ്സംതൃപ്തിയോടുകൂടി ആരാധനകൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കും, പലപ്പോഴും നമ്മളൊക്കെ ഇബാദത്തിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മളൊക്കെ ചില സമയത്തെങ്കിലും പറയും ബാങ്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നിസ്കരിക്കണം, അതുകൊണ്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും അല്ലേ. നിസ്കരിക്കണം, അതുകൊണ്ട് കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പം അതൊരു ഭാരമാണ് എന്ന നിലക്ക് ചില ആളുകളൊക്കെ സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ സമീപിച്ച എങ്ങനെ? ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം ഹദീസുകളിൽ കാണാം. ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖും യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ. ബിലാലെ എഴുന്നേൽക്ക്, നിസ്കാരം കൊണ്ട് റാഹത്ത് തായോ എന്നാണ്. നിസ്കാരം കൊണ്ട് റാഹത്ത് തായോ, ആസ്വാദനം തായോ, ആശ്വാസം തായോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് ഹദീസുകളിൽ കാണാം. ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എൻ്റെ നമസ്കാരത്തിലാക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബാദത്തുകൾ ആ രൂപത്തിൽ സമീപിച്ച് ഇബാദത്തുകൾ ആസ്വദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ഹൃദയം വിശാലമാകുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഹൃദയ വിശാലതയ്ക്ക് അഞ്ചാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നൊരു സ്വഭാവം, ദിക്റെടുക്കുന്നൊരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ സദാ നിലനിർത്തിക്കൊണ്ടുപോവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ്.
മനസ്സിൽ എന്ത് ഭാരമുണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ നമ്മെ അലട്ടിയാലും, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനപ്പെടുത്തിയാലും ശരി, അതിൽ നിന്നൊക്കെയുള്ള പരിഹാരം, സമാധാനം നേടിയെടുക്കാനുള്ള മാർഗം, അത് സ്ഥിരമായി എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു റഅദിന്റെ 28-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾ ആരാണവർ? വിശ്വസിക്കുകയും ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നത് കൊണ്ട് സമാധാനമടയുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയാം, അലാ അറിഞ്ഞുകൊള്ളണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമടയുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ മനസ്സമാധാനം ലഭിക്കാനുള്ള മരുന്നതാണ്. മനസ്സമാധാനം നേടിയെടുക്കാനുള്ള വലിയ മരുന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്താ കാരണം എന്നറിയോ? എപ്പോഴാണ് നമ്മൾ ദിക്ർ എടുക്കുക? ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് വർദ്ധിപ്പിക്കുക അറിയോ? അള്ളാഹനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ്. അള്ളാഹുവിനെ എത്രയധികം നമുക്ക് ഇഷ്ടമുണ്ടോ അത്രയധികം അദ്കാറുകൾ ചൊല്ലുന്ന ദിക്റും തസ്ബീഹുകളൊക്കെ നാവുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് റബ്ബിനോടുള്ള നമ്മുടെ ഇഷ്ടത്തിൻ്റെ അടയാളം കൂടിയാണ് നമ്മുടെ നാവുകളിൽ ദിക്റുകൾ വർദ്ധിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വിശ്വാസികൾ അഭിസംബോധന ചെയ്ത് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവിൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ദിക്റുകളില്ലാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ നാമും മരിച്ചു കിടക്കുന്നൊരു മയ്യത്തും സമമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ദിക്ർ എടുക്കുന്ന ഒരു മനുഷ്യനും ദിക്ർ എടുക്കാത്തൊരു മനുഷ്യനും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളും മയ്യത്തും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ, എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ജീവിച്ചിരിക്കെ തന്നെ മയ്യത്തിന് സമാനമായ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ, ഏറ്റവും ഉത്തമമായൊരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഏറ്റവും ഉന്നതമായൊരു കർമ്മം അറിയിച്ചു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകിക്കും, അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായൊരു കർമ്മം. വറഫഇഹ ഫീ ദറജാതിക്കും, നിങ്ങൾക്ക് പദവികൾ ഉയരാൻ, ഏറ്റവും ഉന്നതമായ പദവികൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കർമ്മം. വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കർമ്മം. വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖകും, യുദ്ധത്തിൽ ഇറങ്ങി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശത്രുവിൻ്റെ ശിരസ് ഛേദിച്ച് തൻ്റെ ശിരസ്സും ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ ഉത്തമമായൊരു കർമ്മം. അപ്പോൾ ഒരുപാട് നന്മ പറഞ്ഞ് നമ്മൾക്ക് ഉന്നതമായി കരുതുന്ന നന്മകൾ പറഞ്ഞ് റസൂലുള്ള പറയാ, ഇതിനേക്കാൾ ഉത്തമമായൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ അതിനുള്ള മറുപടി എന്തായിരിക്കും എന്നായിരിക്കും സങ്കല്പിക്കുക. എന്തോ വലിയ ഒരു കാര്യം പറയുമെന്നല്ലേ, ഒരു പ്രയാസവും ഇല്ലാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരം പറഞ്ഞത്, ഏറ്റവും വലിയ ഉന്നതമായ കാര്യം പറഞ്ഞു. റസൂലുള്ള പറയാ, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ ഉത്തമവും അള്ളാഹുവിൻ്റെ അടുത്ത് പരിശുദ്ധമായതുമായ കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ഇമാം തിർമിദി റഹിമഹുല്ലാഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അദ്ദേഹം പറയാ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കാൻ. അതുകൊണ്ട് ദിക്ർ എടുക്കുന്ന സാഹചര്യം സദാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുക, ഒരു സദസ്സിൽ നമ്മൾ ഇരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്തില്ല എങ്കിൽ,
ഒരു സ്ഥലത്ത് നമ്മൾ കിടന്നിട്ട് ഒരു സുബ്ഹാനല്ലാഹയോ അൽഹംദുലില്ലയോ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. റസൂൽ പറയാ, മൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ലാഹ ഫീഹി കാനത അലൈഹി മിനല്ലാഹി തിറ വമൻ ഇൽതജഅ മൽജഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹി കാനത അലൈഹി മിനല്ലാഹി തിറ. ആരെങ്കിലും ഒരു സ്ഥലത്തിരിക്കുകയും അള്ളാഹുവിനെ ഓർക്കാതിരിക്കുകയും ചെയ്താൽ അത് നാളെ അവനിക്ക് നഷ്ടമായി തീരും, അള്ളാഹുവിൻ്റെ പക്കൽ ഒരു നഷ്ടമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നതി അലാ ഷൈഇൻ ഇല്ലാ സാഅതൻ മറത് ബിഹിം വലം യദ്കുറുല്ലാഹ തആല ഫീഹാ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് നിരാശ തോന്നുന്ന ഒരു സാഹചര്യം എപ്പോഴാന്ന് വെച്ചാൽ, ദുനിയാവിൽ സമയം കടന്നുപോയിട്ട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചെല്ലാതെ പോയ സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ മറ്റുള്ള കാര്യങ്ങളെക്കാൾ നിരാശ തോന്നുന്ന സാഹചര്യമെന്ന് സ്വഹാബത്ത് പഠിക്കുമ്പോൾ ആ നിരാശ നമുക്കുണ്ടായിക്കൂടാ. സദാസമയവും അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. ദിക്റുകൾ എടുക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. ആ സമയങ്ങളിൽ കൃത്യമായി അദ്കാറുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ദിക്ർ എടുക്കാൻ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്താ അറിയോ, നിഫാഖിൻ്റെ ലാഞ്ചന നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാണ്. ദിക്ർ എടുക്കാൻ ഒരു മടിയാണ്, അതൊരു ഭാരമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, നിഫാഖിൻ്റെ ലാഞ്ചന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാണ്. കാരണം മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ എന്താണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊനൻ നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിക്കുകളായ ആളുകളെ കുറിച്ച് അല്ലാഹ് പറയാ, അവർ അല്ലാഹനെ കുറച്ചല്ലാതെ ഓർക്കൂലാന്ന്. ദിക്ർ എടുക്കൽ അവർക്ക് ഭാരം. ആ ഭാരം നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിഫാഖിന്റെ പിടി നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയം കഠിനമായി തോന്നുമ്പോൾ, ഹൃദയം കൊടുസായി തോന്നുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മരുന്ന് അത് അദ്കാറുകൾ വർദ്ധിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് കാണാൻ പറ്റും, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. റസൂലേ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് താങ്കളുടെ ഹൃദയം കുടുസായി പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അതിനുള്ള പരിഹാരം എന്താ? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ നീ പ്രകീർത്തിക്കുക, സുജൂദ് ചെയ്യുന്നവരിൽ നീ ഉൾക്കൊള്ളുകയും ചെയ്യുക, മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുകയും ചെയ്യുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുസതക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുക, ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അദ്കാറുകളുടെ വിഷയത്തിൽ നമുക്ക് ഒരു ശ്രദ്ധ വേണം. ആറാമത്, ഹൃദയം വിശാലമാകാനുള്ള മാർഗം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നിരവധി പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. കുറച്ച് സുദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു സഹോദരൻ, ഒരു വിശ്വാസിയുടെ ഒരു പ്രയാസം നമ്മൾ നീക്കി കൊടുത്തു എന്ന് കരുതുക. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ആളുകൾ നമ്മോട് വന്ന് പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മറ്റുള്ളൊരു പ്രയാസം നമ്മൾ നീക്കിക്കൊടുത്തു എന്ന് കരുതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പകരം കിട്ടുന്ന നേട്ടമെന്ന നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നാളെ പരലോകത്ത് നമ്മളൊക്കെ നേരിടുന്ന പ്രയാസങ്ങളില്ലേ, നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികളില്ലേ, അതിലൊരു പ്രതിസന്ധിയെ, പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കളഞ്ഞു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഇനി ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരാൾക്ക് ഒരാൾ എളുപ്പമുണ്ടാക്കി കൊടുത്തു. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിൽ അനുഭവപ്പെട്ട് ഇങ്ങനെ ഭയങ്കര കുടുങ്ങിയൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മൾ എളുപ്പമുണ്ടാക്കി കൊടുത്തു എന്ന് കരുതുക. റസൂൽ പറയാ, യസ്സറല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്.
നമ്മൾ എളുപ്പമുണ്ടാക്കാൻ നമുക്ക് വലിയ ഇടങ്ങറൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. ആരെങ്കിലും ഒരു സാമ്പത്തികമായൊരു പ്രയാസം പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മളിൽ നിന്ന് കടം വാങ്ങിയൊരു വ്യക്തിയാണ്. അത് തിരിച്ചു നൽകാൻ ദിവസത്തിൽ ആൾ കുറച്ചൊരു പ്രയാസം അനുഭവപ്പെട്ടു. നമ്മൾ പറയാം കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. നമ്മളിപ്പോൾ ആൾക്കാർ എളുപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വലിയ പ്രയാസം നമ്മൾ സഹിച്ചിട്ടുണ്ടാവില്ല. പകരം അള്ളാഹ് തരുന്നെന്താ? യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ-ആഖിറ. നാളെ പരലോകത്തും ഈ ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. ആ ഹദീസിന്റെ അവസാനത്തിൽ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരു വ്യക്തി തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ട് ജീവിക്കുന്ന കാലത്തോളം അവനെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുക. സുഹൃതങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുവെന്ന് അതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം സഅദി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇവിടെ പറഞ്ഞ ഇഹ്സാനിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമുക്കുള്ളൊരു സ്ഥാനം, ആളുകൾക്കിടയിലുള്ള സ്ഥാനം കൊണ്ട് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപകാരം ചെയ്യാൻ പറ്റും. അതെങ്ങനെ അദ്ദേഹം വിശദീകരിക്കാൻ, ബിശഫാ, അവനക്ക് എന്ത് ചെയ്യുക? ഒരു വിഷയത്തിൽ നമുക്ക് ശുപാർശ ചെയ്യാം. അവനക്ക് വേണ്ടി ഒരു വിഷയം റെക്കമെൻഡ് ചെയ്യുക, അവനൊന്ന് പരിഗണിക്കണം കേട്ടോ എന്ന് വേറെ ആളോട് പോയി പറയാം. അത് നമ്മൾ അയാൾക്ക് ചെയ്യുന്ന ഇഹ്സാനാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ല പറയാം. അതുപോലെ അദ്ദേഹം പറയാം, ഒരു നന്മ ഒരാൾക്ക് കൽപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും വലിയ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണല്ലേ. ഒരു വ്യക്തിയോട് ഒരു നന്മ കൽപ്പിക്കുക, അതാ മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാനാണ്. ഒരു വ്യക്തിയോട് ഒരു തിന്മയെ തൊട്ട് വിരോധിക്കുക, ആ മനുഷ്യനോട് ചെയ്യുന്ന ഇഹ്സാനാണ്. ഉപകാരപ്രദമായ അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാനാണ്. ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, വ്യക്തികളോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാനാണ്. രോഗിയെ പോയി സന്ദർശിക്കുക, അവനോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാനാണ്. അവനോട് നല്ല വാക്കുകൾ പറയുക, അവനോട് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി സുഹൃതങ്ങളുണ്ട്. ആ ഇഹ്സാനുകൾ മറ്റുള്ളവരോട് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം സമ്പാദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഹൃദയ വിശാലത നേടിയെടുക്കാൻ 7ാമത് നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ധീരന്മാരായിരിക്കുക എന്നുള്ളതാണ്. ധീരത നേടിയെടുക്കുക എന്നുള്ളതാണ്. ഭീരുത്വമുണ്ടാവുന്ന സമയത്തോളം ഒരു മനുഷ്യൻ സദാ ആശങ്കയിലായിരിക്കും. എന്തിനേയും പേടിക്കുന്ന, എന്തിനേയും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ മനസ്സിൽ നിന്ന് സമാധാനമില്ലാതെയാകും. അവന്റെ മനസ്സിൽ സദാ അശാന്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ഒരു ധീരനെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും നേരിടാനുള്ള മനക്കട്ടി അവനക്കുണ്ടായിരിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും ആ സമയത്തും മറ്റു കാര്യങ്ങൾ മുടക്കില്ലാതെ മുന്നോട്ട് ചെയ്യാൻ അവനെ സംബന്ധിച്ചിടത്തോളം കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടാണ്, ഏതെങ്കിലും ഒരാളെ ഖിദ്മത്തിന് വേണ്ടി എൻ്റെ കൂടെ അയക്കണമെന്നാണ്, സഹായം ചെയ്യാൻ എൻ്റെ കൂടെ അയക്കണമെന്നാണ്. ആ സമയത്ത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അയക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പറയാ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ആ യാത്രയിൽ പ്രവാചകനെ നിരീക്ഷിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹം പറയാം, ഫകുൻതു അസ്മഉഹു കസീറ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറയുന്നത് ഞാൻ കേട്ടത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ ഒരു പ്രാർത്ഥന അധികരിപ്പിക്കുന്നു ഞാൻ കേട്ടു എന്നാണ്. ആ പ്രാർത്ഥനയിൽ ഒരു വാചകം എന്താ? അല്ലാഹുവേ, ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന്. എങ്ങനെ ഭീരുവല്ലാതെ ജീവിക്കാം? അതിനുള്ള ഏറ്റവും വലിയ വഴി വിശ്വാസം ശക്തമാക്കുക എന്നുള്ളതാണ്. എന്ത് പ്രതിസന്ധിയിലും എന്നെ കൈവിടാത്തൊരു റബ്ബ് നമുക്കുണ്ട് എന്ന അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ഒരു മനസ്സ് നേടിയെടുത്താൽ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ധീരന്മാരായി ജീവിക്കാൻ നമുക്ക് കഴിയും. ചരിത്രത്തിൽ അതിന് ഉദാഹരണങ്ങളില്ലേ? മൂസാ നബി അലൈഹിസ്സലാമയും സംഘവും
ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന സാഹചര്യം. പിറകിൽ ഫിറഔനിന്റെ സംഘമാണ്. ഈ ചെറു സംഘത്തെ പരിപൂർണമായി നശിപ്പിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുത്തൊരു കൂട്ടരാണ്. അഹങ്കാരത്തോടുകൂടി സർവസന്നാഹങ്ങളും ഒരുക്കിയിട്ടാണ് പിറകിൽ അവരുള്ളത്. യാത്രക്കിടയിൽ തൊട്ടുമുന്നിൽ തടസ്സം വരികയാണ്, വിഘാതം വരികയാണ്. ഇനി എന്ത് ചെയ്യും? പലരും പറഞ്ഞു നമ്മൾ പിടികൂടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ മനസ്സെന്താ? അദ്ദേഹം പറഞ്ഞതെന്താ? ഇല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ആലോചിക്കും, ആ ഭയമുണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമക്ക് ധീരത പകർന്നത് എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന വിചാരവുമല്ലേ? ഹിജ്റയുടെ വേളയിൽ ഗുഹയിൽ അഭയം തേടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മുകളിലുള്ള ശത്രുക്കളുടെ കാല് ഗുഹാമുഖത്ത് നിന്ന് കാണുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെടുന്നുണ്ട്. റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹു കൂടെയുണ്ട്, എന്തിനാ നമ്മൾ പേടിക്കണമെന്നാണ്. എവിടുന്ന് കിട്ടി ആ ഒരു ധീരത? ഹദീസുകളിൽ കാണാം, ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യം. ആളുകൾ വന്ന് സ്വഹാബത്തിനോട് പറയാൻ, ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. ആളുകളുടെ മറുപടി എന്താ? ഹസ്ബി അല്ലാഹ്, ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ഈ ധീരത എവിടുന്ന് ലഭിച്ചു വിശ്വാസികളെ? കൃത്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധം ശക്തമാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഉടലെടുത്തപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ധീരന്മാരായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്കും ആ ധീരത നേടിയെടുക്കണമെങ്കിൽ, അത് മുഖേന സങ്കുചിതമായ മനസ്സ് ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തവക്കുൽ നേടിയെടുക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എട്ടാമത്, ഹൃദയം വിശാലമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് രോഗം ഉണ്ടാവുന്ന പോലെ ഹൃദയത്തിന് രോഗം ഉണ്ടാവും. ശരീരത്തിന് പല രോഗങ്ങളും നമ്മൾ ചികിത്സിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രോഗങ്ങൾക്ക് കൃത്യമായി ചികിത്സയെടുത്ത് ആ രോഗങ്ങളെ പരിഹരിക്കാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കണം. ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽപ്പെട്ടാണ് അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം. ഇതൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽപ്പെട്ടതാണ്. ഈ രോഗങ്ങളിൽ നിന്ന് ഇവയെ നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ ഹൃദയം വിശാലാവുള്ളൂ. എല്ലാവരോടും അസൂയ തോന്നുന്നൊരു ഹൃദയമാണ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഓർക്ക് പിന്നെ എന്ത് സമാധാനം ഉണ്ടാവുക? മറ്റൊരാൾക്കൊരു നേട്ടം ലഭിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വേദനയാണ്. മറ്റൊരാൾക്കൊരു അനുഗ്രഹം അല്ലാഹു നൽകുന്നത് അറിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വശം അതാണ്. അത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുമ്പോഴേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലമാകും. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, അൻസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യത്ലു അലൈക്കുമുലാന റജുലുൻ മിൻ അസ്ഹാബി മിൻ അഹ്ലിൽ ജന്ന. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗത്തിൻ്റെ ആളുകളിൽപ്പെട്ട ഒരാൾ വരും കേട്ടോ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ഇപ്പം ഈ സദസ്സിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വഹാബത്ത് പറയാം, അൻസറുള്ളാഹിന് പറയാം. അപ്പോൾ ആ സദസ്സിലേക്ക് വന്നവരറിയോ? അൻസാറുകളിൽപ്പെട്ട ഒരു പ്രായം ചെന്ന ഒരാളാണ്. ആള് വുളു എടുത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. ചെരുപ്പ് കയ്യും പിടിച്ചിട്ടാണ് വരുന്നത്. ചെരുപ്പ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അടുത്ത കയ്യിലും പിടിച്ചിട്ടാണ് ആൾ വരുന്നത്. അടുത്ത ദിവസമായി ഇതേപോലെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നും ഇപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ, സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാൾ ഈ സദസ്സിലേക്ക് കടന്നു വരും. ഇന്നലെ വന്ന അതേ ആൾ തന്നെ കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാൻ, സദസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഈ അൻസാരിയായ സ്വഹാബി പോകുമ്പോൾ പിറകി പോവാൻ, ബാക്കിൽ പോവാൻ. ഈ സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നന്മ എന്താണെന്ന് പഠിച്ചെടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അവർക്ക്, അവരുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ. ഈ വ്യക്തി 3 ദിവസം വന്നപ്പോൾ അല്ലാഹു റസൂൽ പറയാണ്, ഇദ്ദേഹം സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്, അതെന്താണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം നമുക്കും കിട്ടണമല്ലോ, പിറകെ പോവാൻ. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ഞാനും എൻ്റെ എപ്പിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ആ 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താമസിക്കാൻ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ
അൻസല്ലാന്ന് പറയാൻ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സംഭവം പിന്നീട് ഇവർക്ക് വിവരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ ആ 3 ദിവസം കഴിഞ്ഞുകൂടി. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അവിടെ കഴിയുന്ന നിരീക്ഷകനായിട്ടാണ്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ രാത്രിയായാലും എന്ത് ചെയ്യും, ഒലോക്കെടുത്ത് അധികാറുകളൊക്കെ ചൊല്ലി അദ്ദേഹം കിടന്നുറങ്ങും. മറ്റ് സ്വഹാബത്ത് രാത്രി എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കണം, അത്രയൊന്നും ഇദ്ദേഹം എണീറ്റ് നിസ്കരിക്കണ കാണാനില്ല. പിന്നെ എല്ലാ സമയത്തും ഇദ്ദേഹം അധികാറുകൾ ഇങ്ങനെ സദാ എടുക്കുന്നത് കണ്ടു. വേറെ പ്രത്യേകിച്ചൊന്നും ഇദ്ദേഹം കണ്ടില്ല. അപ്പം അദ്ദേഹം പറയാം, 3 ദിവസം ഞാൻ നിന്നിപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇദ്ദേഹം ഇപ്പം എന്താ കാര്യമായിട്ടൊന്നും ചെയ്യണില്ലല്ലോ എന്ന് എന്ത് ചെയ്യാണ് അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഫീൽ ചെയ്യാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു. അദ്ദേഹത്തെ നിസ്സാരമായി തോന്നുന്ന സാഹചര്യം വന്നു. അവസാനം അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ അൻസാരിയ സ്വഹാബിയോട് പറഞ്ഞു, ഞാൻ വന്നത് ഞാൻ ഉപ്പിയും തമ്മിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടൊന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു, അതിനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നെ നോക്കിയപ്പോൾ എന്തൊക്കെയാണോ ഞാൻ ചെയ്യണത് കണ്ട്, അതല്ലാത്തൊന്നും അധികമായി ഞാൻ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നിരാശനായി അദ്ദേഹം ഇങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ സ്വഹാബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ അധികമായി ചെയ്യുന്നുണ്ട്, എന്താണതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ, ഞാൻ ഒരു ദിവസം പോലും ഉറങ്ങാൻ നേരത്തെ എൻ്റെ മനസ്സിൽ മറ്റൊരു വിശ്വാസിയോട് പകയോ വിദ്വേഷമോ അസൂയയോ ഉണ്ടാവില്ല എന്നാണ്. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരാളോട് പകയോ വിദ്വേഷമോ അസൂയയോ ഉണ്ടാവുകയില്ല എന്ന് പറയാം. അബ്ദുല്ലാ റളിയല്ലാഹു പറഞ്ഞു, ശരി, അതാണ് താങ്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്വഹാബിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത പറയാൻ, മറ്റുള്ളവരോട് പകയില്ലാത്ത അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സ്. ആ മനസ്സ് നേടിയെടുത്താലേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഹൃദയം വിശാലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താണെന്ന് അറിയോ? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്താൽ ഈ ഹൃദയത്തിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ഹൃദയം വിശാലമാകാൻ 9ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ സമയം കൂടുതലും കെടുത്തിക്കളയുന്നത് നമ്മെ ബാധിക്കാത്ത നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ടെൻഷൻ അടിക്കുന്ന പല കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. അത് എന്ത് നിലക്കാണ് നമ്മെ ബാധിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപനം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മുടെ ഫീഡുകളിൽ വരുന്ന നമ്മെ ബാധിക്കാത്ത വാർത്തകൾ വായിച്ച് അതിൻ്റെ അപ്പുറം എന്താണെന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് ടെൻഷൻ ഉള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ നന്മകളിൽപ്പെട്ടതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്, ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ് അവനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധ വേണം. അവസാനമായി ഹൃദയം വിശാലമാകാൻ നമുക്കുള്ള ഏറ്റവും വലിയ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 9 കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ളതാണല്ലോ. പ്രവാചകന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഹൃദയം വിശാലത ലഭിച്ചൊരു ജീവിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു പറയേണ്ടത് താങ്കളുടെ ഹൃദയം വിശാലമാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്കും ഹൃദയ വിശാലത ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ വിഷയമാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുതും വലുതുമായ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അങ്ങനെ വിശാലമായ ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴേ ഈ ബാത്തുകളൊക്കെ ഒന്ന് ആസ്വദിക്കാനും മനസ്സിൻ്റെ ഇടങ്ങറുകൾ നീക്കിവെച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയും. പരിശുദ്ധമായ റമളാൻ പൂർത്തീകരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഹൃദയം നേടിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തിന്മകളിൽ നിന്ന് അകലാനുമുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളും ഗഫൂറായ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമുക്കിടയിൽ രോഗികളുണ്ട്. ഷാഫിയായ അള്ളാഹു എത്രയും വേഗം അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب أستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.